എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണ തുളസി, സ്മൈൽ മേക്കർ ആൻഡ് മൈൻഡ് ഹെൽത്ത് കോച്ച്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ഒരുപാടധികം ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ പല ആഗ്രഹങ്ങളും നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഒരുപാട് അതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, പിന്നെ ഏതോ ഒരു പോയിന്റിൽ നമ്മളത് ചെയ്യാതെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാവും അല്ലേ? അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് വിഷ്വലൈസേഷൻ. പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പവർ ഓഫ് വിഷ്വലൈസേഷനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ജോലി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ജോലിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായും അതിന് വേണ്ടിയുള്ള പഠനവും എക്സാമും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രയത്നിച്ചിട്ടും അതിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് കയറി കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം നമ്മൾ പഠിച്ചത് തന്നെ പഠിച്ചാലും, നമ്മളതിന് വേണ്ടി പല ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്താലും നമുക്ക് അതിലേക്ക്, ആ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് വിഷ്വലൈസേഷൻ എന്ന ശക്തി. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നമ്മൾക്ക് ഒരു മിനിറ്റ് നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓർത്തെടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആഗ്രഹമൊന്നും പറയുന്നില്ല. ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാറോ ബൈക്കോ വാങ്ങണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക് അത് മാറണം, അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് എണീറ്റ് നടക്കണം. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. അതുപോലെ ഇങ്ങനെ പല ആഗ്രഹങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ ശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമ്മൾ എത്തുന്നു എന്നുള്ളത്, അതിന് വേണ്ടിയുള്ള എഫേർട്സ്. അതല്ലാതെ എത്ര ശ്രമിച്ചിട്ടും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് പലരും പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പവർ ഓഫ് വിഷ്വലൈസേഷനിലൂടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓർത്തെടുക്കാം. എന്നിട്ട് ആ മനസ്സിലത്തെ ആ ആഗ്രഹത്തിന് ഒരു രൂപം കൊടുക്കുക. എന്നിട്ട് ആ രൂപത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എന്താണോ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടത്, അതിൽ നിന്ന് നിങ്ങൾ എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ ആ ആഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുന്നു, ആ ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക. ആ കാണുന്ന രൂപം നിങ്ങൾ ഒരു ദിവസത്തിൽ പലപ്പോഴായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ രൂപം മാറി മറിയുന്ന രീതിയിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് അത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മളുടെ കണ്ണാടിയുടെ തൊട്ടടുത്ത് അത് കൊണ്ടുപോയി ഒട്ടിക്കാം. എന്നിട്ട് ദിവസവും നമുക്ക് അത് കാണാം. ഇതൊക്കെയാണ് വിഷ്വലൈസേഷൻ്റെ പവർ. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യം നടക്കുന്നൊന്നും തോന്നണില്ല എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയാണ്. അതിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഒന്നും കൂടെ ബലപ്പെടുത്തിയേ പറ്റൂ. അതിനാണ് നമ്മൾ ഈ മെഡിറ്റേഷനും അതുപോലെ റിലാക്സേഷനും കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായും ആ വിഷ്വലൈസേഷൻ്റെ പവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അധികം വൈകാതെ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ പിങ് ചെയ്യാവുന്നതാണ്. താങ്ക്